നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ 84-ാം ചരമവാർഷിക ദിനം. അതിൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം വെങ്ങാനൂരിൽ സാധുജന പരിപാലന സംഘം സംഘടിപ്പിച്ച ഒരു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ വേടൻ അവിടെ എത്തപ്പെടുകയുണ്ടായി. അപ്പോൾ അവരൊരു പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യാനും വേണ്ടിയിട്ടാണ് വേടനെ ആ സമ്മേളനത്തിന് ക്ഷണിച്ചത്. വേടൻ സന്തോഷപൂർവ്വം എത്തി. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഒരുപാട് വട്ടം വേടൻ പറഞ്ഞിട്ടുണ്ട്, മഹാത്മാ അയ്യങ്കാളിയുടെയും അംബേദ്കറുടെയും ഒക്കെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ പോരാടുന്നത്. എനിക്ക് എന്തും വിട്ടു തുറന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല, യാതൊരു പേടിയും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചാൽ എന്തായാലും വേടൻ വരും എന്നതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു. അദ്ദേഹം അതിൽ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നും അതായത് ഈ പട്ടികവർഗ, ദളിത്, ആദിവാസി വിഭാഗങ്ങളെല്ലാം ഇന്നും സനാതനത്തിൻ്റെ അടിമകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനോട് തീർത്തും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുടെ കഠിനമായ പോരാട്ടത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ഇന്ന് ഈ പറഞ്ഞ വിഭാഗത്തിന് ഇന്ന് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലകളിലും ഉയർന്ന സ്ഥാനങ്ങൾ തന്നെയാണുള്ളത്. അവർക്ക് പറയത്തക്കതായിട്ടുള്ള ഒരു വേർതിരിവും ഇന്ന് എങ്ങും പ്രത്യേകിച്ച് കാണുന്നൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, അവരിന്ന് എല്ലാ മേഖലകളിലും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു മേഖല എടുത്ത് നോക്കിയാൽ അവർ പുറകിലോട്ടുണ്ടോ? ഇന്ന് ഇല്ല. എല്ലാ മേഖലകളിലും ഇന്ന് ജാതി മതഭേദമന്യേ എല്ലാവരും സമന്മാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ വാക്ക് പറഞ്ഞത് എന്നെനിക്ക് സത്യത്തിൽ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അദ്ദേഹം തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ, ആദിവാസി സമൂഹത്തിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ട് ആണല്ലോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്, അദ്ദേഹം പോരാടുന്നത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും തങ്ങളുടെ സമൂഹം ഉയർന്നു നിൽക്കുന്നു എന്നാണ് പറയേണ്ടത് മറ്റുള്ളവരുടെ മുന്നിൽ. അതിനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.